സാർ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ തീം തന്നെ ഓപ്പറേഷൻ തൂഫാനാണ്. അപ്പം ലഹരിയും ചെസ്സും തമ്മിൽ എന്താണ് കണക്ഷൻ? ലഹരിയും ചെസ്സും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളുകളിലൊക്കെ മദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ കുട്ടികൾ വരെ ഇന്ന് അത്യാവശ്യം ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യത്തിൽ വ്യാപൃതരാവാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ ലഹരിയിലോട്ട് പോകുന്നത്. ഇത്തരം ചെസ് ടൂർണമെൻറ്റുകൾ കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം എൻഗേജ്ഡ് ആവാൻ സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അവർ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ പഠന കാര്യത്തിലും അല്ലെങ്കിൽ എന്തിൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് ഈ ചെസ്സ്. കാരണം എന്ത് പ്രതിസന്ധിയെ എങ്ങനെ നേരിടാം, ഏത് പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാനിങ് ഉണ്ടാവും, ജീവിതത്തിന് പ്ലാനിങ് ഉണ്ടാവും. ആ പ്ലാനിങ് വരിക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മാത്രമല്ല, ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൽ കോൺസെൻട്രേഷൻ പവർ കൂടും, ശരിക്കും പഠന നിലവാരം ഉയരും. അത്തരം കാര്യങ്ങൾ കൂടാതെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ ചെസ്സിൻ്റെ കരുനീക്കങ്ങൾ, എത്ര നീക്കങ്ങൾ ആണ് എതിരാളിയുടെ പല നീക്കങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കരുനീക്കുന്നത്. ഇത്തരം തന്നെ നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ നേരിടാം, വരാതിരിക്കാൻ എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങൾ കുഞ്ഞിലെ തന്നെ പഠിച്ചാൽ അവരുടെ മെമ്മറിയിൽ നിന്നാൽ അത് വളരെയധികം പ്രയോജനം. ചെസ്സിലേക്ക് വരുന്നൊരു കുട്ടി ഒരു പരിധിവരെ മറ്റുള്ള ഒന്നിനും ഇടം കിട്ടില്ല. പിന്നെ മാത്രമല്ല, അത്ര വലിയ ഫുട്ബോളോ വോളിബോളോ ഒക്കെ പോലെയുള്ള അത്ര വലിയ ശാരീരിക ക്ഷമതയൊന്നും വേണ്ട. അത്യാവശ്യം ബുദ്ധിവൈഭവം ഉണ്ടെങ്കിലും കോൺസെൻട്രേഷൻ, ഓർമ്മശക്തിയൊക്കെ വരികയാണെങ്കിൽ ചെസ്സിൽ നല്ലൊരു പ്ലെയർ ആകാൻ വേണമെങ്കിൽ ഒരു കരിയർ തന്നെ പടുത്തുയർത്താൻ സാധിക്കും.